നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിനൊരു അവസാനം കണ്ട് നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു റീയൂണിയനിൽ അവസാനിക്കുമോ, ഇതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോയുടെ അവസാനം ഒരു റിച്വലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു റിച്വൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് തന്നെ, നിങ്ങളുടെ ഒരു മാറ്റം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. പിന്നെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഡേറ്റ്സും കൂടെ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ 7 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, 7 ഓഫ് വാൻഡ്സ്, ദ ടവർ കാർഡ്, പേജ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, 9 ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടത്താണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഫാമിലീസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കുറച്ചൊരു സമയം കിട്ടുമ്പോഴാണെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് മുഴുവനും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തിരുന്ന നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചും നിങ്ങൾ വഴക്കുണ്ടായ ആ ഒരു മോശ സാഹചര്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനുള്ള റീസൺ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആ ഒരു ആൾ നിങ്ങൾ തിരിച്ചും ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. നിങ്ങളില്ലാതെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പോലും ചോദിക്കാതെ ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കാത്ത ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് എന്തുകൊണ്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിച്ചത്, എന്താണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ എന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഉള്ളിൽ. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം തേടിയുള്ള ഒരു ചിന്തയായിട്ട് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയോടുള്ള ആ ഒരു പ്രണയം ഇവിടെ നല്ലോണം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ളതല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെ മകളെയോ മകനെ ഓർത്തിട്ടാണെങ്കിൽ തന്നെയും നിങ്ങളും ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെയൊക്കെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അവർ എന്ന് തിരിച്ചു വരും, എന്തായിരുന്നു നിങ്ങളുടെ മക്കൾക്ക് തന്നെ പെട്ടെന്ന് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ഉള്ള ഒരു റീഡിംഗ് ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട സമയമല്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളെ കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അതായത് നിങ്ങളെ ആവശ്യമുണ്ട്. മറ്റാർക്കും നിങ്ങളെ ആവശ്യമില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി
ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗം നോക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളെക്കുറിച്ചിട്ട് ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കരുതിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പായി, ഇനി ഒരിക്കലും റീയൂണിയൻ സംഭവിക്കില്ല, പെർമനൻ്റ് ആയിട്ട് ഇനി നിങ്ങളൊരു കൂടിക്കാഴ്ച ഉണ്ടായില്ല, കൂടിക്കാഴ്ച ഉണ്ടായാൽ തന്നെയും പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാട് കയറി ചിന്തിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു അവശ്യ നിലയിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്ന് 100% വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് യൂണിവേഴ്സ് നടത്തി തരുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ പെട്ടെന്ന് മടങ്ങിയെത്തണം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു 60% കൺഫ്യൂഷനാണ്. നിങ്ങൾ ഈ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ചിന്തിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഈ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ഒരു ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയാണ് എന്ന് കരുതി തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോള് ചെയ്യും അല്ലെങ്കിൽ സ്നേഹമായിട്ട് സംസാരിക്കുമെന്ന് നിങ്ങളിവിടെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. പക്ഷേ നിങ്ങളത് പോസിറ്റീവായിട്ടാണ് നിങ്ങളത് നോക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എന്തായാലും ഇന്ന് നിൻ്റെ അടുത്ത് പോസിറ്റീവായിട്ട് നിൻ്റെ വ്യക്തി സംസാരിക്കില്ല. പക്ഷേ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുക. കാരണം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത കടന്നു വരാതിരിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കപ്സിൻ്റെ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കത് ഒരിക്കൽ അത് നഷ്ടമായി എന്ന് കരുതിയിട്ട് ഇനി ഒരിക്കലും അത് തിരിച്ച് ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ അവിടെ സമാധാനമായിട്ടിരിക്കൂ. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടമായത് എന്തൊക്കെയാണോ, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ പിരിഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ ഭയങ്കര വഴക്കിലാണ്, തൊടുന്നതും പിടിക്കുന്നതും എല്ലാം തമ്മിൽ വഴക്കാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി ഇങ്ങോട്ട് വഴക്കും അല്ലെങ്കിൽ കലഹമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ നിങ്ങൾക്കിപ്പോൾ ആവശ്യം ക്ഷമയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് കലഹിക്കാതിരിക്കണം.
ഇതൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നത് അതൊക്കെ മാറി നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനി കല്യാണം കഴിക്കാൻ ഇരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, അത് മുടങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി, ആ ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ച ആ ഒരു അവസ്ഥ കംപ്ലീറ്റ് മാറിയതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കല്യാണം ആ ഒരു പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ളൊരു മോചനം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടതില്ല എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ഇപ്പോഴൊരു സ്റ്റക്കായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആ ഒരു എല്ലാം കൈവിട്ട് പോയി എന്ന് നിരാശപ്പെടേണ്ടതില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്ത് കാരണത്താലാണോ പിണങ്ങിയത്, എന്ത് കാരണത്താലാണോ പിരിഞ്ഞത്, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും അത് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത് മറ്റേതെങ്കിലും വ്യക്തികൾ മുഖേനയോ മറ്റെന്തെങ്കിലും കാരണത്താലാണ് എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെയും അത് പോസിറ്റീവായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. നെഗറ്റീവ് ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ പരിശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മറ്റാർക്കും പിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള ആ ഒരു സ്നേഹം ലഭിക്കുവാനും ആ ഒരു റീയൂണിയൻ സംഭവിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 2 മെഴുകുതിരികളാണ്. മെഴുകുതിരി പിങ്ക് കളറിലെ, റോസ് കളറിലെ മെഴുകുതിരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാർക്ക് റോസ് ആണെങ്കിലും ലൈറ്റ് റോസ് ആണെങ്കിലും കുഴപ്പമില്ല. അത് എടുത്തതിന് ശേഷം നിങ്ങളൊരു നൂലുപയോഗിച്ച്, ഒരു നൈസായിട്ടുള്ളൊരു നൂലുപയോഗിച്ച് അത് ഒന്നിച്ച് കെട്ടുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു മെഴുകുതിരിയെ, നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. മറ്റാരും നിങ്ങളെ ആ ഒരു സമയത്ത് കോള് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫോണൊക്കെ സൈലൻറ്റിൽ വെക്കുക. കഴിയുന്നതും നിങ്ങൾ ഒറ്റയ്ക്കൊരു മുറിയിലിരുന്ന് ചെയ്യുക. ലൈറ്റ് അണച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾ ആ മെഴുകുതിരി എടുക്കുക, 2ഉം കൂടെ ഒന്നിച്ച് കെട്ടുക. 2 മെഴുകുതിരിയും സെയിം ആയിട്ടുള്ള ഹൈറ്റിലുള്ളതായിരിക്കണം. അതിനുശേഷം മെഴുകുതിരി എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിത് കത്തിക്കുക, ഒന്നിച്ച് കത്തിക്കണം. ആ ഒരു മെഴുകുതിരി എരിഞ്ഞ് തീരുന്നിടം വരെ നിങ്ങൾ അതിൻ്റെ മുന്നിലിരുന്നിട്ട് നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ, നിങ്ങളും നിങ്ങളുടെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ഒന്നിച്ച് സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയി, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ കല്യാണം സന്തോഷകരമായിട്ട് നടക്കുന്ന രീതിയിൽ നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിച്ച് അത് യാഥാർത്ഥ്യമാകുന്നതായിട്ടൊക്കെ നിങ്ങൾ സങ്കല്പിച്ച് ആ ഒരു മെഴുകുതിരിയെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. ഈ ഒരു മെഴുകുതിരി എരിഞ്ഞു തീരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിച്ച് ഒന്നിച്ച് ജീവിതാവസാനം വരെ നിങ്ങൾ ഉണ്ട് എന്ന സങ്കല്പത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു മെഴുകുതിരി വെച്ചുള്ള ഈ ഒരു റിച്വൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. അത് ജീവിതത്തിൽ നടന്ന് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷമായിട്ട് വേണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മുഖവും ആ ഒരു സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിച്വലാണ്. ഇത്
നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ന്യായമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രം ചെയ്യുക. മറ്റൊരു വ്യക്തിയുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി സ്നേഹിക്കുന്ന ഒരാളെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള റിച്വൽസ് ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് നടത്തി തരുന്നതാണ്. നിങ്ങളുടെ ആവശ്യം ഈ ഒരു യൂണിവേഴ്സിനെതിരെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലുള്ള റിച്വൽസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരവും പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആവട്ടെ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം കൃത്യമായി പരിഹാരം നിർദ്ദേശിക്കുന്നതുമാണ്, ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്, ഒരിക്കലും മറ്റൊരു വ്യക്തിയുടേതല്ല. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അത് താൽക്കാലികം മാത്രമാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആ ഒരു റീയൂണിയൻ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ഈ മാസം സാധ്യതയുള്ള ദിവസങ്ങളാണ് പറയുന്നത്. ജനുവരി 11 കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജനുവരി 14, ജനുവരി 16, ജനുവരി 19, ജനുവരി 22, ജനുവരി 26, ജനുവരി 31. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു ടൈമും കൂടെ പറയാം. അത് പൊതുവെയുള്ളൊരു സമയം കൂടെ പറയാം. രാവിലെ ഒരു 10 മണിക്കും ഒരു 2 മണിക്കും ഇടയ്ക്കായിട്ട്, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് ഒരു 2 മണിക്കും ഇടയ്ക്കായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം, ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 4:15 എന്നുള്ളൊരു സമയം. പിന്നെ രാത്രി ഒരു 9:30ക്കും 10:15നും ഇടയ്ക്കായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റും നിങ്ങൾ ഈ ഒരു ടൈമും ഒക്കെ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് പതുക്കനെ ചേഞ്ച് ആവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു റിച്വൽ വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യുക, മനസ്സ് കാമായിട്ട് വെക്കുക, മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.